അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു, ഭൂതലത്തിന്റെ അറ്റത്തോളം. ഇനി ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് എട്ടാം സങ്കീർത്തനത്തിൽ എന്നാൽ അവിടെ പറയുക, ദൈവത്തിന്റെ വചനം അതിന്റെ അറ്റത്തോളമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. അത് ഭൂമിയിലായിരിക്കുന്ന ജനത്തിന് മറഞ്ഞിരിക്കാൻ കഴിയാതെ നിന്നെ കാണുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ ഭൂമിയിൽ അയച്ചിരിക്കുന്നു. അതേ വൃത്തുത ഈ ആത്മാവിനെ ഒളിച്ച് എനിക്ക് എവിടേക്ക് പോകാൻ പറ്റും? നല്ല രാമയം പറഞ്ഞോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഭൂമിയിൽ ഹല്ലേലൂയ നിറവായി തികവായി നിൽക്കുന്നു. കാരണം ഭൂമിയിൽ ദൈവത്തിന്റെ വചനം നിറവായി തികവായി വരുവാൻ കാരണം ചരിത്രം പഠിക്കുമ്പോൾ ഭൂമിയിലാണ് മനുഷ്യൻ പാർക്കുന്നത്. ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യനുള്ള ജ്ഞാനവും തിരിച്ചറിവിന്റെയും സ്വയബോധത്തിന്റെയും വാക്തത്വമായി വെളിപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം എഴുതിയ വചനം ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുമ്പോൾ മനുഷ്യന് നല്ല അറിവ് തിരിച്ചുണ്ടാകുകയും അവര് നന്മകളെ തിന്മകളെ കുറിച്ച് വീണ്ടും ഒന്നുകൂടി അറിയപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു കത്തി രാഗി മേടിച്ചെന്ന് പറഞ്ഞ്, ഒരു വെട്ടുകത്തി ഒരിക്കൽ കുല്ലന്റെ കയ്യിൽ കൊടുത്ത് തട്ടി രാഗി മേടിച്ചെന്ന് പറഞ്ഞ് നീ ചില നാളുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ മൂർച്ച കുറഞ്ഞു പോകും. വീണ്ടും അതിനെ കുല്ലന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ മൂർച്ച വരുത്തുകയാണ്. ഇതേപോലെ തന്നെയാണ് ഒരിക്കൽ മാനസാന്തരപ്പെട്ട് ഭൂമിയിൽ വന്നു ഞാൻ തികഞ്ഞവളാണെന്ന് നടിക്കാതെ വന്ന് വീണ്ടും കർത്താവിനോട് പറയണ, കർത്താവേ എന്റെ ആ മൂർച്ച വന്ന് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ മൂർച്ചപ്പെടുത്താൻ വേണ്ടി നിന്റെ ആത്മാവിനെ എന്റെ മേൽ ഒന്നുകൂടി ശക്തിയോടെ വരണമേ എന്ന്. ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വരണം. അത് ചില മരണക്കെട്ട് പിടിച്ചുകെട്ടി, ചില ദുർഘടങ്ങളെ പിടിച്ചുകെട്ടി, ചില ശാപങ്ങളെ പിടിച്ചുകെട്ടി, ചില ബന്ധനങ്ങളെ ദഹിപ്പിച്ച് മരണക്കണികളെ അഴിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ പണിതെടുക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവേ നന്ദി, യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിക്കാം. അവിടെ അവൻ സൂര്യൻ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. ഈ വാഗ്ദത്തം കേൾപ്പ് ഇറങ്ങി വന്ന് ആര് പറഞ്ഞു? എന്നെ യേശു വീട്ടിനകത്ത് കിടന്നപ്പോ പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ. യേശു ഇറങ്ങിപ്പോവാൻ നിന്നോട് പറയത്തില്ല. യേശു പറയുന്ന ചില കൽപ്പനകൾ പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ പറയത്തുള്ളൂ. അത് കേട്ടിറങ്ങി വന്നയാളാണ്. ഹല്ലേലൂയ. ബെഗസ്ത എന്ന് പറയുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. അതിന് എബ്രായർ ഭാഷയുള്ള കുളമാണ്. ആ കുളത്തിനകത്ത് ഇറങ്ങണമെങ്കിൽ, ഒരു വ്യക്തി ഇറങ്ങി സൗഖ്യം പ്രാപിക്കണമെങ്കിൽ അവിടെ മുന്നമേ ദൂതൻ ഇറങ്ങണം. അതെന്താ? നമ്മളെല്ലാം പുഴയിൽ ചെന്ന് കുളിക്കുന്നവരല്ലേ, നമ്മളെല്ലാം നദിയിൽ ചെന്ന് കുളിക്കുന്നവരല്ലേ. എന്താണ് ഈ പുഴയ്ക്കകത്ത് ഇറങ്ങുവാനൊരു വിലക്ക്? ആ വിലക്കിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന കുരുടാഴ്ചകൾ, സകല വ്യാധി പിടിക്കപ്പെട്ട വലിയൊരു കൂട്ടം ജനം, രോഗികൾ കുളത്തിന്റെ ഇളക്കം കാത്തു കിടക്കുന്നു എന്ന് ആ ഭാഗത്തിലെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പക്ഷെ ഈ കിടക്കുന്ന രോഗികളിൽ ദൂതൻ ഇറങ്ങുന്ന ദിവസം ഒരു വ്യക്തിയെ സൗഖ്യമാകൂ. ആരെയും ഇറക്കാനില്ല. നീ കിടക്കുമോ? 100 ഡോക്ടറെ അടുത്തതിന് മുമ്പേ ഓടും. കാത്തുകിടക്ക് വൃത്തത, കാത്തുകിടക്ക്. നിനക്ക് ദൈവഹിതമില്ലാത്ത എന്തുണ്ടോ വലിച്ച് ചപ്പെന്ന് പറഞ്ഞു മാറ്റ്. ദൈവം നിന്നിൽ വസിക്കട്ടെ. ദൈവം നിന്നിൽ വസിച്ചാൽ നീ അനേകർക്ക് ഉപയോഗമുള്ള പാത്രമാകും. ഇല്ല എങ്കിൽ ഉപയോഗശൂന്യമുള്ള പാത്രമാകും. ഉപയോഗമുള്ളത് മാറാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണിയറയിൽ നിന്ന് പുറപ്പെട്ട മണവാളനെ പോലെ. മണവാളൻ എവിടെന്നാ പുറപ്പെട്ടത്? മണിയറയിൽ നിന്നാണ് പുറപ്പെട്ടത്. തെരുക്കോണുകളിലല്ല, വഴി അമ്പലങ്ങളിൽ നിന്നല്ല, അവൻ മണിയറയിൽ നിന്ന് പുറപ്പെട്ടു. സോദരം,
ഹല്ലേലൂയ. നമ്മൾ എന്നാ ഇനി മണവാളനാകുന്നത്? എന്നാ നമ്മൾ ഇനി ദൈവത്തിനെ കുറിച്ച് പറയുന്നത്? എന്നാ നമുക്ക് മറ്റുള്ളവരെ ഒരെണ്ണത്തെ യേശുവിന് നേടാൻ പറ്റുന്നത്? ഹല്ലേലൂയ. നമ്മൾ തന്നെ ഇരുന്ന് നിരങ്ങേണ്ട പ്രായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓടി നടന്നപ്പോൾ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കഴിയാത്തത് ഇനി എപ്പോഴാ കഴിയുന്നു എന്ന് നീ ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. വായിക്കാം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. എങ്ങനെ ഓടാൻ? വീരനെ പോലെ ദൈവത്തിന്റെ ഓട്ടം ഓടാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്തു നിന്ന് അതിന്റെ ഉദയവും ആറുതി വരെ അതിന്റെ അയനവുമാകുന്നു. അതിന്റെ ഉഷ്ണമേക്കാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. ഈ തികവുള്ള പുസ്തകമാണ് നിങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങളോട് ആര് സുവിശേഷം പ്രസംഗിക്കാൻ പറയണ്ട. എന്നോടാരും പറഞ്ഞില്ല. ഹല്ലേലൂയ. എനിക്ക് ഈ തല ഇരുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ബുദ്ധിയോടെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. എനിക്ക് തലയുണ്ട്. ഇത് നല്ല പ്രവർത്തനമുള്ള തലയാണ്. അതുകൊണ്ട് ഞാൻ ബുദ്ധിയോടുകൂടി ഹല്ലേലൂയ ആമേൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അത് എന്നെ ആമേൻ ഒരാൾ വഴിയിൽ കണ്ടപ്പോൾ ഹല്ലേലൂയ സ്വയവർത്തമാനം പറയുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തി മാത്രമല്ല സുവിശേഷം കേൾക്കാൻ, ഭൂമിയിൽ പുറപ്പെട്ടു പോയി സുവിശേഷം പറയണം. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ബുദ്ധിയുള്ള ദൈവമക്കൾ, ഹല്ലേലൂയ സൂത്രത്തിൽ മയങ്ങാത്ത ദൈവമക്കൾ പുറപ്പെട്ടു പോയി സുവിശേഷം പറയണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ സുവിശേഷം പറയാൻ സുവിശേഷം പറയുവാൻ ഇറങ്ങി. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ടിറങ്ങി വന്നൊരു വ്യക്തിയാ. ദൈവശബ്ദം കേട്ടിറങ്ങി സുവിശേഷത്തിന് വരുമ്പോ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ല. ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര. കാരണം എന്നെ ഒറ്റയ്ക്ക് ദൈവം വിളിച്ചു, എന്നെ കുടുംബമായി വിളിച്ചു. അതുകൊണ്ട് ഞങ്ങൾ കുടുംബമായി യാത്ര തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ വല്ല മണ്ടത്തനവും കേട്ടിരുന്ന് ഹല്ലേലൂയ സ്തോത്രം ഏതെങ്കിലും വെളിച്ചപ്പാടന്മാർ വല്ലതും പറയുന്ന കേട്ടിരുന്ന് നിങ്ങളുടെ നോളജിയും പോയി, നിങ്ങളുടെ വാക്തത്വവും പോകും. ഹല്ലേലൂയ. പുറപ്പെട്ടു പോകാത്ത ഒരുവൻ ഒരു വിരുത് കിട്ടത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, നിങ്ങൾ തമ്പാനൂരിൽ ചെന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ഒരു സാധനം നിങ്ങൾക്ക് മേടിക്കണം. അത് തമ്പാനൂര് തിരുവനന്തപുരത്ത് പോയാലേ കിട്ടും. നമ്മുടെ ഇവിടത്തെ ഹല്ലേലൂയ ആമേൻ ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ പോയി നിങ്ങൾക്ക് മേടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയാലേ ആ സ്ഥാപനമുള്ളൂ. അവിടെ പോകേണ്ട നിങ്ങൾ നെയ്യാറ്റിൻകര ചെന്ന് നിന്നുകൊണ്ട് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? കിട്ടത്തില്ല. നിങ്ങൾ പോകേണ്ടടുത്ത് പോയിട്ട് സുവിശേഷം പറയാൻ നിങ്ങൾ തയ്യാറാകണം. സുവിശേഷം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം അലക്ഷ്യമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ഏകാഗ്രതയോടെ ചെയ്യേണ്ട കാര്യമാണ്. അത് ഭയഭക്തിയോടെ ചെയ്യേണ്ട കാര്യമാണ്. അത് വിശുദ്ധിയോടെ ചെയ്യേണ്ട കാര്യമാണ്. അത് മാതൃകയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. അതിനെ അനുസരിക്കുന്ന ദൈവമക്കൾ വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ തന്നെ ഇരിക്കുക. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 62 പറയുന്നത് പോലെ നീ വീരന്റെ കയ്യിലെ അസ്ത്രം പോലെയോ കർത്താവിന്റെ കയ്യിലെ രാജമുടി പോലെയോ ഹല്ലേലൂയ ഭംഗിയുള്ള കിരീടമായി തീരണമെങ്കിൽ അതേ വൃത്തുത ദൈവത്തിന് വേണ്ടി നീ ഓടുവാൻ തയ്യാറാകണം. ദൈവത്തിന് വേണ്ടി നീ പുറപ്പെടാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ചിലര് പുറപ്പെട്ടു പോകും. എവിടെന്നെങ്കിലും ഒന്നിനെ കൂടി കിട്ടുമോ എന്ന് പുറപ്പെട്ടു പോകുന്ന അവരെ അല്ല നീ നോക്കുന്നത്. ഹല്ലേലൂയ. ചിലതിനെ മാനസാന്തരപ്പെടുത്താൻ പറ്റുമോ? എവിടെയോ ചെതറിക്കിടക്കുന്നത്, ലോകം വെറുക്കപ്പെട്ടത്, കുടുംബക്കാർ വെറുക്കപ്പെട്ടത്, ദേശം തള്ളപ്പെട്ടത്, ഹല്ലേലൂയ ആർക്കും വേണ്ട എന്ന് പറഞ്ഞത്, ഹല്ലേലൂയ യേശുവിനെ വേടുവാൻ, യേശുവിനെ ചേർക്കുവാൻ, യേശു അതിനെ ചേർക്കുവാൻ കാത്തിരിക്കുന്നു. അതിനാണ് ദൈവം നിന്നെ ആലോചന പറഞ്ഞ് പുറത്തെടുത്ത് കൊണ്ടുവന്നത്. ഉള്ള കാലമത്രയും ഹല്ലേലൂയ ആമേൻ ആമേൻ ഇങ്ങനെ തൂമ്പായെടുത്ത് നടക്കുവാനല്ല, തൂമ്പായെടുക്കുന്നതിനോടൊപ്പം നീ സകലരോട് യേശുവിനെ കുറിച്ച് പറയാൻ, തനിയായി പറയാൻ ഹല്ലേലൂയ ദിവസങ്ങൾ മാറ്റിവെക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയുടെ സാക്ഷ്യം വിശ്വാസമാകുന്നു, അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത് എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആമേൻ. ഇത് മാത്രം ചെയ്താൽ പോരാ, അതിന്റെ മറുവശവും അതിന്റെ മറുഭാഗത്ത് കാണും.
ഹല്ലേലൂയ ആമേൻ. ഒരു വിത്ത് ഹല്ലേലൂയ ആമേൻ കരത്തിലിരുന്നാൽ ആകമാനം ഒരു വിത്താകും. ആ ഒരു വിത്ത് പറമ്പിലിട്ടാൽ അത് അനേക വിത്തുകൾ കിട്ടും എന്നതുപോലെ ഈ ഭാഗത്തിന്റെ മറുഭാഗത്ത് അതിന്റെ മറുഭാഗവും കാണും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എല്ലാവരും വേണമെങ്കിൽ ഇന്ന് ഇതിനെ പിടിച്ചു വെച്ചിട്ട് ഇത് മാത്രം ചെയ്താൽ മറിയുന്നു. എല്ലാവരും പറയാറില്ലേ 6 ദിവസം ജോലിക്ക് പോകാൻ യേശു പറഞ്ഞല്ലോ, 7ാമത്തെ ദിവസം മാത്രം പോകാനല്ലേ പറഞ്ഞത്? ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. 6 ദിവസവും ആരാധിക്കണ്ട എന്ന് യേശു പറഞ്ഞില്ല. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കണം, കാലത്തും വൈകിട്ടും പ്രാർത്ഥിക്കണം. ഇതെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നു. ഉപവസിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ പ്രമാണം എഴുതി വെച്ചിരിക്കുമ്പോൾ അനുസരിക്കുന്ന ദൈവമക്കൾക്കൊന്നും മനസ്സിലാകും കർത്താവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന്. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരോട് ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. ഇതിനകത്ത് ആമേനാമേ സ്തോത്രം ഒരു പാരമ്പര്യമായ ഹിന്ദു കർത്താവിന്റെ ദാസി ഇരിക്കുകയാണ്. ഒരു ഹിന്ദുവായ അമ്മാമ ഇതിനകത്തിരിക്കുന്നു. അവരെ കരങ്ങളിൽ കെട്ടിയിരിക്കുന്ന നൂല് നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. അവര് പോലും യേശുവിനെ ആരാധിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ആലയത്തിനകത്ത് മുട്ടുമടക്കിയിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പോൽക്കാലം അവരുടെ മേല് ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. അവരെ തലമുറകളുടെ മദ്യപാനം മാറുവാൻ മദ്യപാനം മാറുവാൻ അവരിന്ന് പ്രാരംഭമായി ഈ ആലയത്തിൽ വന്നത് ആദ്യത്തെ ദിവസമാണ് അവർ ഈ ആലയത്തിൽ വരുന്നത്. ആ ആരാധന വെളിപ്പെടുമ്പോ അവരെ മദ്യപാനം മക്കളുടെ മദ്യപാനം മാറി അവർ സമാധാനമുള്ളവരായി സന്തോഷമുള്ളവരായി യേശുവിനെ ആരാധിക്കുന്നവരായി ഹല്ലേലൂയ. അഴിയേണ്ടത് അഴിയുവാൻ, തകരേണ്ടത് തകരുവാൻ, ഉടയേണ്ടത് ഉടയുവാൻ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വലിയവ ചെയ്യേണ്ടതിന് ആത്മാവായ ദൈവത്തോട് ഈ പോൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും. സുഡബൽ ഖമന ഹടക മനക രഗനെ ഹല്ലേലൂയ ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ ദൈവം ചെയ്തിരിക്കുമ്പോൾ ഉണർന്ന് പ്രാർത്ഥിക്കുക. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് ഏത് പട്ടണം? യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. മറിയ ശെഖരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്നിച്ച് മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോ പിള്ളാവുള്ള ഗർഭത്തിൽ തുള്ളി. ഈ മറിയ ആര്? മറിയയും ഹല്ലേലൂയ മാർത്തയും ലാസറിന്റെ സഹോദരിമാരാണ്. ഹല്ലേലൂയ. ഇവർ രണ്ടുപേരും യേശുവിന്റെ അടുക്കൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വായിലെന്ന് വരുന്ന തിരുവെഴുത്ത് പറക്കുവാൻ, നല്ല അംശം പറക്കുവാൻ താണിരിക്കപ്പെട്ട വ്യക്തികളാണ്. ഹല്ലേലൂയ. എന്നാൽ മറിയയോ നല്ല അംശം പറക്കി, മാർത്തയോ നല്ല അംശം പറക്കിയില്ല. ഹല്ലേലൂയ. നല്ല അംശം പറക്കിയ മറിയയെ കുറിച്ച് വായിക്കാം. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ആരോടാണ് പറഞ്ഞത്? മറിയയോട് പറയുകയാണ്. കാരണം മറിയ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞിട്ട് ഈ എലിസബത്തിനോട് ചെന്ന് വന്ദനം പറഞ്ഞപ്പോ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഹല്ലേലൂയ ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ മറിയയോട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആമേൻ സ്തോത്രം, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇരിക്കുവാൻ വണ്ണം ഇരിക്കണം, ആരാധിക്കാൻ വണ്ണം ആരാധിക്കണം, പ്രാപിക്കാനുള്ളിടത്ത് പോകണം, ആത്മാവുള്ളിടത്ത് പോകണം, ആത്മാവിന്റെ വരമുള്ളിടത്ത് പോകണം. ഇല്ലാതെ വണ്ണം പ്രാപിക്കുവാൻ കഴിയത്തില്ല. അടച്ചിരിക്കുന്ന ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഇന്ന് അടഞ്ഞു കിടക്കുന്ന ചില ഇടത്ത് ചെന്ന് കിടന്ന് പലതും മുട്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ആത്മാവിന് ദൂത് കൈമാറുകയാണ്. യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കപ്പെടുന്ന വൃത്തുത, ദൈവ സന്നിധിയിൽ ഇരിക്കുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, നിന്റെ തൊഴിലിനോട് ചേർത്ത് നീ ചില ദിവസങ്ങൾ മാറ്റിവെക്കണം യേശുവിന്റെ വചനം പറയാൻ. ഹല്ലേലൂയ. പ്രാപിക്കേണ്ട സമയത്ത് വല്ലതും പ്രാപിക്കണം. പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിച്ചാൽ നിനക്ക് വേദി കിട്ടും, സ്റ്റേജ് കിട്ടും. ഇല്ലെങ്കിൽ നിന്നെ പുറത്ത് നിർത്തും. മാർത്ത അല്ലെങ്കിൽ പുറത്ത് മറിയ അകത്ത്. ഇപ്പോ ഹല്ലേലൂയ. ആ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വെൽക്കം അകത്ത്.
ഹല്ലേലൂയ. അപ്പൊ പ്രാപിക്കേണ്ട സമയത്ത് നീ പ്രാപിച്ചാൽ നിനക്കകത്ത് കയറാം. ആ വാഴ്ത്തത്തിന് വേണ്ടി കാത്തിരിക്കാം. വേഗത്തിൽ ഒന്ന് വായിച്ചാട്ട്. നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെടും. എന്റെ കർത്താവിന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. എല്ലാവർക്കും എഴുന്നേൽക്കാം.